ഏതൊക്കെ കാലങ്ങളിൽ ഏതൊക്കെ ജന്മങ്ങളിൽ ജീവിച്ചാലും എല്ലാ ജന്മത്തിലും നമ്മുടെയൊക്കെ ഗതി ഊമ്പലും കഞ്ഞിയുമായിരിക്കും. ഷാജി പാപ്പൻ. ഈ പറഞ്ഞ കോട്ടിനെ അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട് മിഥുൻ മാനുവൽ തോമസ്. ആടിന്റെ മൂന്നാമത്തെ ഭാഗം. ആടിന്റെ 1, 2 ഭാഗങ്ങൾ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഈ മൂന്നാം ഭാഗവും ഇഷ്ടപ്പെടും. കാരണം ആടിന്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഇഷ്ടപ്പെട്ടത് ആദ്യത്തെ ഒരു വാച്ചിലൊന്നുമല്ല, നമ്മൾ റിപ്പീറ്റഡ്ലി കണ്ടിട്ട് നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് ഡിലീറ്റ് ആക്കാൻ പറ്റാത്ത ഒരു സാധനമായിട്ട് അതങ്ങനെ മാറിയിട്ടുണ്ട്. തേർഡ് പാർട്ടും ആ ഒരു ജോണറിൽ തന്നെയാണ് അവർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രസമാണ് കേട്ടോ. തുടക്കം മുതൽ അവസാനം വരെ 2.25 മണിക്കൂർ സമയം പോകുന്നത് നമുക്ക് മനസ്സിലാവില്ല. ടൈം ലൂപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ നല്ല രീതിയിൽ ഈ തമാശയിലേക്ക് ഒരു മെർജ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ടൈം ട്രാവൽ ചെയ്ത് ബാക്കിലോട്ട് പോകുന്ന സമയത്തും ഊക്കിനും കളിയാക്കലിനും മണ്ടത്തരങ്ങൾക്കൊന്നും ഒരു കുറവില്ല കേട്ടോ. നല്ല രീതിയിൽ അവിടെ ഒരു സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഊക്ക് ഉണ്ടല്ലോ ശരിക്കും കേരള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ഊക്കാണ്. അത് ചരിത്രം പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അതായത് ഈ ടിപ്പു സുൽത്താന്റെ സൈന്യം വരുന്നതും ഈ നെടുങ്കോട്ട അങ്ങനെ എന്തോ ഒരു കോട്ടയുണ്ട്. നെടുങ്കോട്ടയാണോ ചാലിയങ്കോട്ടയാണോ എന്നറിയില്ല. ആ ഒരു കോട്ടയെ അറ്റാക്ക് ചെയ്ത് പിടിക്കുന്നതും ആ സമയത്ത് കേരളത്തിലെ ചില കമ്മ്യൂണിറ്റികളിൽ ഉണ്ടായ മതം മാറ്റം, ഇങ്ങനെ പല കാര്യങ്ങളെയും നല്ല രീതിയിൽ എടുത്ത് തൂക്കിയിട്ടുണ്ട് മിഥുൻ മാനുവൽ തോമസ്. നല്ല രസമായിരുന്നു കണ്ടിരിക്കാനായിട്ട്. പിന്നെ ഈ പടം തമാശ പടമാണ് ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ സ്കെയില് വളരെ വലുതാണ്. നമ്മൾ ഈ ആട് 1-ലും ആട് 2-ലും കണ്ടൊരു പരിപാടി ഒന്നുമല്ല. ഈ പടത്തിന്റെ സ്കെയിൽ വെച്ചാൽ കുറച്ചുകൂടി വലിയൊരു സ്കെയിലാണ് ഈ സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത്. എന്നാൽ തന്നെ തമാശകൾ നല്ല രീതിയിലുണ്ട്. പല സ്ഥലത്തും ചില സീനുകളൊക്കെ നമുക്ക് വല്ലാണ്ട് ഒപ്പിക്കലായിട്ട് തോന്നുമെങ്കിൽ പോലും ആ ഒരു ഇംപെർഫെക്ഷൻ തന്നെയാണ് ശരിക്കും ആടിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ആടിന്റെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടിലൊക്കെ നോക്കുന്ന സമയത്തില്ലേ ഇവർ പറയുന്ന കഥയിൽ ഒരുപാട് തമാശ, അതായത് ഈ വെർബൽ ആയിട്ടുള്ള തമാശയും ബാക്കിയുള്ള തമാശകളിലുപരി ഇവർ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയിലെല്ലാം ഒരുപാട് തമാശകൾ ഉണ്ടാവും. വലിയൊരു സംഭവം പോലെ കൊണ്ടുവരും, പക്ഷെ അവർ യൂസ് ചെയ്തിട്ടുള്ള ചിലപ്പോൾ വെറും ലോക്കൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ വലുതായിരിക്കും. ഈ പടത്തിലും അതേപോലെ തന്നെയാണ്. സിനിമയുടെ സ്റ്റാർട്ടിങ് സീനില് 2046 2050 ഒരു കേരളം കാണിക്കുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള എന്താണ് ഒരു റൂമിന്റെ ഉള്ളിലുള്ള ചില സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെറും ലോക്കൽ സാധനം കൂടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്, പക്ഷെ അവർ പറയുന്നത് വലിയ സംഭവമായിട്ടാണ്. അത് നല്ല തമാശയായിരുന്നു അതൊക്കെ. അതുപോലെ തന്നെ ഈ രാജാക്കന്മാരുടെ ചില ഭാഷയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സംസാരിക്കുന്ന രീതിയിലൊന്നുമല്ലല്ലോ രാജാക്കന്മാർ സംസാരിക്കുന്നത്. പക്ഷെ എല്ലാം ഡയലോഗ് ബൈ ഡയലോഗ് നല്ല ഊക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് ഈ പടം അടിമുടി ഊക്കാണ് കേട്ടോ. തുടക്കം മുതൽ അവസാനം വരെ ഊക്കും തമാശയും മണ്ടത്തരങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്യൂഡ് ആൻഡ് ടീം, അതുപോലെ തന്നെ സർബത്ത് ഷമീർ ആൻഡ് ടീം, ആശാന്റെ ടീമിൽ പിന്നെ ആശാൻ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇയാളുണ്ടല്ലോ ചെമ്പനല്ലോ, ഇതിൽ ചെമ്പനൊന്നുമില്ല. പിന്നെ നമ്മളെ സോമൻ, പിന്നെ നമ്മളെ ബിജുക്കുട്ടന്റെ ക്യാരക്ടർ മറ്റേ ചാരായം പറ്റുന്ന ആള്, സാത്താൻ സേവ്യർ, എല്ലാ ആൾക്കാരുടെയും ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള അവരുടെ റോള് മാറുന്നുണ്ടല്ലോ, അതൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. നമുക്ക് എവിടെയും ഇയാൾ ഇങ്ങനെ ആയിരിക്കില്ല എന്ന് ചിന്തിക്കാനുള്ളൊരു ആ ഒരു പ്രശ്നങ്ങളൊന്നും തരില്ല. സാത്താൻ സേവ്യർ പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരിക്കും സെയിം. അപ്പൊ നമ്മുടെ മനസ്സിൽ സാത്താനെ അതേപോലെ തന്നെ കുറച്ചു കാലം മുമ്പത്തേക്ക് പ്ലേസ് അതിൽ എങ്ങനെ ഉണ്ടാകും അത് തന്നെയായിരുന്നു. നല്ല രീതിയിലുള്ള സ്ക്രിപ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ആശാന്റെ റോളും കറക്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാല് ഈ ലെഫ്റ്റിനെ ഊക്ക്, അതായത് CPM ഊക്ക് വെച്ചാല് ഈ മിഥുൻ മാനുവൽ തോമസിന് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ മലയോര കമ്മ്യൂണിസം, മറ്റേ നമ്മളെ മമ്മണിയെ ലൂക്ക് അതെല്ലാം പറഞ്ഞത് ചില ഇങ്ങനെയെല്ലാം കാണിച്ചിട്ട് അവര് അയാളെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു സീനില് ഈ ചെഗുവേരയുടെ ഒരു വേഷം ഇട്ടിട്ട് മറ്റേ നമ്മളെ ഇന്ദ്രൻസിനെ കൊണ്ടുവന്നിട്ട് ഒരു ഊക്കൂക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ചെഗുവേരയെ പൊളിറ്റിക്കലി വിമർശിക്കുന്നതിന് വലിയ തെറ്റൊന്നുമില്ല. കാരണം പൊളിറ്റിക്കലി എല്ലാവർക്കും ആര് വേണമെങ്കിലും നോക്കി വിമർശിക്കുകയോ അല്ലെങ്കിൽ അവരോട് വിയോജിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ ഈ ചാടി കാണിക്കാനായിട്ടില്ലേ, ചളി കാണിക്കാനായിട്ട് അങ്ങനെ കോലം കടിച്ചിട്ട് കൊണ്ടിരുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം മിഥുൻ മാനുവൽ തോമസിന് അങ്ങനെ ചളി അടിക്കാൻ പറ്റിയൊരു പ്രോപ്പർട്ടി അല്ല ചെഗുവേര. അത് ചെഗുവേരയെ വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. സോ ആ ഒരു സീനിൽ എനിക്ക് ചെറുതൊരു കല്ലുകടി പോലെ തോന്നി. കാരണം അത് അങ്ങനെ ചെയ്യേണ്ട ഒരാളല്ല. പക്ഷെ പൊളിറ്റിക്കലി വിമർശിക്കുന്നതിനോട് തെറ്റൊന്നുമില്ല. പിന്നെ ഒരു സീനിലെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, ടെൻഡർ വിളിക്കാതെ ലേലം നടത്തണമെങ്കിൽ നീ നാട്ടിലെ മുഖ്യമന്ത്രി ആയിരിക്കണം എന്നൊക്കെ ഉള്ളത്. അതെല്ലാം വളരെ നമ്മൾ ഈ ന്യൂസ് ചാനലിലും ട്രോൾ വീഡിയോസിലും കാണുന്ന തമാശ പോലെ തോന്നി. അത് വലിയ ഡെപ്ത് ഇല്ലാത്ത തമാശയാണ്. പക്ഷെ ആദ്യം കേൾക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് അങ്ങനെയാണോ എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ചില സാധനങ്ങളാണ്. അതായത് തെറ്റിദ്ധരിപ്പിക്കലാണ്, പക്ഷെ സിനിമയല്ല, നമുക്ക് അങ്ങനെ ചിരിച്ചു വിടാൻ പറ്റുന്ന ചില സാധനങ്ങളാണ്. പിന്നെ വിനായകന്റെ ചില എൻട്രിയും എലവേഷൻ സീനൊക്കെ ഉണ്ട്. അതെല്ലാം ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളായിരുന്നു. ഒന്നാമത്തത് ആ പാട്ട് ഐറ്റം ഡാൻസിന്റെ, അത് തിയേറ്ററിൽ കാണാൻ വെച്ചാൽ നല്ല രസമായിരുന്നു കേട്ടോ. ആ ഡാൻസും എനിക്ക് പെട്ടെന്ന് മറ്റേ നമ്മളെ രൺവീർ സിംഗിന്റെ ഒരു പടമില്ലേ
എന്താണ് ബായിറാവ് മസ്താനി, അതാന്ന് തോന്നുന്നു സിനിമയുടെ പേര്. ഇയാൾ മൊട്ടയടിച്ച് ഡാൻസ് കളിക്കുന്ന ഒരു സാധനമുണ്ട്. അതേ അതിന്റെ കോറിയോഗ്രഫി പോലെ എനിക്ക് തോന്നിയിട്ടോ, ചിലപ്പോൾ എന്റെ തോന്നലായിരിക്കും. പക്ഷെ ഈ പാട്ട് തിയേറ്ററിൽ കാണുക വെച്ചാൽ നല്ല രസമായിരുന്നു, നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വിനായകന്റെ സ്വാഗും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അതല്ലാതെ വിനായകന്റെ ഒന്ന് രണ്ട് പരിപാടികൾ വേറെ ഉണ്ട്, അത് തിയേറ്ററിൽ കാണുന്ന സമയത്ത് എൻജോയ് ചെയ്ത് കൊടുക്കുക, കിടിലൻ പരിപാടിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ലെങ്ത് വല്ലാണ്ട് കൂടി പോയിട്ട് പല സ്ഥലത്തും ഇവർ ട്രിം ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കും. അതെങ്ങനെ വെച്ചാല് ഈ സിനിമയിലെ പാപ്പന്റെ എൻട്രി വന്ന സമയത്ത് അത് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ സംഭവം പൊളിച്ചതിനെന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ ഈ സിനിമ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ തോന്നിയതായിരിക്കും. പക്ഷെ അത് കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിലില്ലേ സംഭവം പൊളിച്ചേനെ. ഏകദേശം 1 മണിക്കൂറോളം ട്രിം ചെയ്തെന്നാണ് തള്ളുന്നത്. പക്ഷെ 1 മണിക്കൂറൊന്നും ഇല്ലെങ്കിലും ഒരു 10-20 മിനിറ്റിൽ ഒരു ട്രിം ചെയ്ത് കളയാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്ക് മനസ്സിലാവും അത് കുറച്ചുകൂടി വേണമായിരുന്നു എന്ന് നമുക്ക് തോന്നും. പിന്നെ ഇതിലെ കുറെ നാളുകൾക്ക് ശേഷം നെൽസനെ കണ്ടു. നെൽസനെ പല സിനിമയിൽ കാണാറൊന്നുമില്ലല്ലോ. അതിന്റെ ഒന്നിലും രണ്ടിലും ഉണ്ട്, ഈ മൂന്നാം ഭാഗത്തും ഉണ്ട്. പിന്നെ നോബി, അവരെല്ലാം നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് പടത്തിന്റെ മ്യൂസിക് ആണ്. കിഡിലോ ആയിട്ടുള്ള മ്യൂസിക് ആയിരുന്നു. അതായത് പണ്ടത്തെ നമ്മുടെ വിന്റേജ് സാധനം ഉണ്ടല്ലോ, ആട് വണ്ടിൽ നമ്മൾ കണ്ടിട്ടുള്ള ഓരോ ക്യാരക്ടേഴ്സിനുള്ള പ്രത്യേകം BGM-ന് പുറമെ വേറെ ചില സാധനങ്ങൾ കൂടി ഇവര് പടച്ചു വിട്ടിട്ടുണ്ട്. നല്ല രസമായിരുന്നു. ഒരു ഇംഗ്ലീഷ് ട്രാക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് പ്ലസ് മലയാളം ട്രാക്കും ചെയ്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു തിയേറ്ററിൽ കാണാനായിട്ട്. സീനിന് ചേരുന്ന ആപ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള നമ്മളെ വിദേശ താരങ്ങള്, അവരുടെ പ്രകടനവും അടിപൊളിയായിരുന്നു. ഒരു ലേഡി അഭിനയിച്ചിട്ടുണ്ട്, അവരുടെ ഫൈറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അവരുടെ സ്ക്രീൻ പ്രസൻസ് തന്നെ സൂപ്പർ ആണ് കേട്ടോ, ഒരു സ്റ്റൈൽ ഉണ്ട് കാണാനായിട്ട്. പിന്നെ നമ്മുടെ സാത്താൻ സേവിയർ ഇല്ലേ, സാത്താൻ സേവിയറിന്റെ ഇൻട്രോ സീൻ മുതൽ സാത്താൻ വരുന്ന സീനെല്ലാം നല്ല പൊളിയാണ്. എനിക്ക് സണ്ണി വെയിനോട് മുമ്പേ നോക്കാൻ അയാളോട് ഇഷ്ടമുണ്ട്, അതുകൊണ്ട് നല്ല രസമാണ് ഇയാളെ കണ്ടിരിക്കാനായിട്ട്. ആ ഒരു അറ്റയറും കാര്യങ്ങളും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ സാത്താന്റെ ഫസ്റ്റ് സീൻ ഞാൻ പറഞ്ഞില്ലേ, നല്ല ഐക്കോണിക് ആയിട്ടുള്ള സാധനമായിരുന്നു. സാത്താന്റെ BGM ഓൾസോ ഫസ്റ്റ് പാർട്ടിലുള്ള ഒരുവിധ ആൾക്കാരെയൊക്കെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ഞാൻ ശരിക്കും മിസ് ചെയ്തത് നമ്മുടെ ഇയാളെയാണ്, കോട്ടയം പ്രദീപ് ഇല്ലേ, അവിടുന്ന് മരണപ്പെട്ടു. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ടിലെ ഇരുമ്പ് അബ്ദുള്ള, മാമുക്കോയ, അതുപോലെ തന്നെ ഒരു ഹരീഷ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹവും മരിച്ചുപോയി. പിന്നെ ഒരാൾ നമ്മുടെ മൂങ്ങയായിരുന്നു. മൂങ്ങയ്ക്ക് ഉള്ള ഒരു സാധനം അവരുടെ സിനിമയിൽ തന്നെ വന്നിട്ടുണ്ട്. മൂങ്ങയ്ക്ക് പകരം ചെയ്തിട്ടുള്ളത് ഫുക്രു ആണ്. പിന്നെ നമ്മളെ ഇയാളില്ലേ, ഈ യൂട്യൂബിലെല്ലാം ഒരുപാട് ഇന്റർവ്യൂല് ചെയ്യുന്നൊരു ചങ്ങായില്ലേ, അയാളും ഈ ഒരു സീനിലോ മറ്റോ തല കാണിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ആട് പാർട്ട് 1 പോലെ ആട് പാർട്ട് 2 പോലെ തിയേറ്ററിൽ ഇരുന്ന് ചിരിക്കാൻ വേണ്ടി പറ്റിയ ഒരു സാധനം തന്നെയാണ് ആട് 3. ടൈം ലൂപ്പ് പറഞ്ഞ കൺസെപ്റ്റ് കൂടി ഒരു കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ ടിപ്പിക്കൽ ഷാജി പാപ്പൻ ഷോയാണ്. ഷാജി പാപ്പന്റെ കയ്യിൽ നിന്നും നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അത് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ മാസ് ആയിട്ടുള്ള ചില ഐറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല BGM ഉണ്ട്, നല്ല പാട്ടുണ്ട്. സോ കാണുക, ചിരിച്ച് മരിക്കുക. ഇപ്പൊ കഴിഞ്ഞ വീക്ക് വരെ, ലാസ്റ്റ് ഡേ വരെ തിയേറ്ററിന് വെച്ചാൽ ഡ്രൈ ആയിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ 4 ആഴ്ചയായിട്ട്. പക്ഷെ ഇന്ന് തിയേറ്റർ ഫുള്ളായി കാണുന്ന സമയത്ത് നമുക്കും ഒരു സന്തോഷം. കഴിഞ്ഞ വീക്കിലെല്ലാം ഞാനും കുറച്ച് 1-2 ആൾക്കാർ മാത്രം ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ട പല സിനിമകളും ഉണ്ട്. പക്ഷെ തിയേറ്ററിൽ ഇന്ന് ഫുള്ളായിട്ട് കാണുന്ന സമയത്തില്ലേ, ആ തിയേറ്ററിന്റെ ഒരു വൈബ് ഉണ്ടല്ലോ, അത് കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു എനർജി കിട്ടും. സോ അടിപൊളിയായിട്ടുള്ള ഒരു വർക്കായിരുന്നു. ചളിയാണ്, തുടക്കം മുതൽ അവസാനം വരെ ചളിയാണ്. സോ നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് അത് തന്നെ കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് ആട് 3.